ഹലോ എവ്രി വൺ, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. കുറച്ച് മാസങ്ങൾക്ക് ഒരു 2 മാസം മുന്നേ നമ്മുടെ സമ്മർ ടൈമിൽ ഞങ്ങൾ ട്രാവൽ ചെയ്തിട്ടുള്ളൊരു സ്ഥലത്തിൻ്റെ വീഡിയോ ആണ് ഞാനിപ്പോൾ ചെയ്യുന്നത്. ഈ കുതിരൻ കയറി ഇറങ്ങിയപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായി ഞാൻ എങ്ങോട്ടാണ് പോകുന്നതെന്ന്. ഞാൻ കോയമ്പത്തൂരിലേക്കാണ് പോകുന്നത്. അപ്പോൾ ഇവിടെ ഉള്ള ഇഷ യോഗ സെൻറ്റർ കാണാൻ വേണ്ടിയിട്ടാണ്. അവിടുത്തെ ലേസർ ഷോ നടക്കാറുണ്ടല്ലോ ഈവനിങ്ങിൽ, അത് കാണാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പോകുന്നത്. അപ്പോൾ കോയമ്പത്തൂരിൽ നിന്ന് എത്തണ്ട, അതിന് മുന്നേ ആയിട്ട് നമ്മൾ ഹൈവേയിൽ നിന്ന് ലെഫ്റ്റ് തിരിഞ്ഞിട്ടാണ് ഈ ലൊക്കേഷനിലേക്ക് പോകുന്നത്. അങ്ങനെ നമ്മളൊരു 5 ഒക്കെ ആയപ്പോൾ ഏകദേശം ഇഷയിലേക്ക് ഒരു 11 to 12 കിലോമീറ്റേഴ്സ് ഒക്കെ ഉള്ളൂ. നമ്മളൊരു ചായ കുടിക്കാമെന്ന് പറഞ്ഞ് നിർത്തിയതാണ്. അതിൻ്റെ ബാക്ക് സൈഡിലൊക്കെയാണ് ഞാനിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അവിടെ നല്ല രസമുള്ള കൃഷി സ്ഥലങ്ങളൊക്കെ ഉണ്ട് ബാക്കിൽ. അപ്പോൾ അവിടെ നിന്ന് ചുമ്മാ ഫോട്ടോ ഒക്കെ എടുക്കാമെന്ന് പറഞ്ഞ് പോയതാണ്. പിന്നെ ഏപ്രിൽ സമയമൊക്കെ ആണെങ്കിൽ കൂടെ വലിയ ചൂടൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. കാറ്റൊക്കെ ഉണ്ടായിരുന്നു, അത്ര ചൂട് അനുഭവപ്പെട്ടില്ല. ചിലപ്പം ഈവനിങ് ടൈം ആയതുകൊണ്ടായിരിക്കാം. എന്തായാലും അവിടുത്തെ കുറച്ച് ഫോട്ടോസും വീഡിയോസൊക്കെ ഞാൻ എടുത്തു. എന്നിട്ട് ചായയെല്ലാം കുടിച്ചിട്ട് നമ്മൾ ഇഷയിലേക്കുള്ള യാത്ര തിരിച്ചു. അങ്ങനെ നമ്മൾ ഇഷയിലേക്ക് പോകുന്ന വഴിക്ക് നമുക്കിതാ ഉത്സവത്തിൻ്റെ കാഴ്ചകളൊക്കെ കാണാൻ പറ്റുന്നുണ്ട്. ആളുകൾ വളരെ ആഘോഷത്തോടു കൂടി സെലിബ്രേറ്റ് ചെയ്തിട്ടാണ് കൊണ്ടുപോകുന്നത് ഉത്സവത്തിൻ്റെ കാര്യങ്ങളൊക്കെ. അവർ ഡാൻസ് കളിക്കുന്നുണ്ട്. ഇനി ഇതിൻ്റെ ഫ്രണ്ടിലും വേറെ ഒരു ടീം കൂടെ ഉണ്ട് കേട്ടോ. അവരവിടെ ബാൻഡ് മേളവും പാട്ടും പരിപാടിയൊക്കെയാണ്. കാണുന്നതിൽ നല്ല രസമുണ്ടായിരുന്നു അത്. അങ്ങനെ ഇനി നമുക്ക് അധിക ദൂരമൊന്നും ഇല്ല, കുറച്ച് ദൂരമുള്ള ഒരു 8 കിലോമീറ്റേഴ്സൊക്കെ ഉണ്ടാവുള്ളൂ ഇഷയിലേക്ക് എത്താൻ വേണ്ടിയിട്ട്. സോ നമ്മൾ ഈ റോട്ടിൽ നിന്ന് റൈറ്റ് തിരിഞ്ഞാൽ ഒരു 7 കിലോമീറ്റേഴ്സ് കൂടെ കഴിഞ്ഞാൽ നമ്മുടെ ഇഷ യോഗ സെൻറ്റർ എത്തും. പിന്നെ ഈ പോകുന്ന വഴിയിൽ കുറേ ഭംഗിയുള്ള കാര്യങ്ങൾ കാണാൻ പറ്റിയിട്ടുണ്ടായിരുന്നു കേട്ടോ. കുറേ കഴുതക്കൂട്ടം മോളിൽ പോകുന്നുണ്ടായിരുന്നു. അതുപോലെ നല്ല ഭംഗിയുള്ള കുറേ കൃഷിയിടങ്ങളാണ് കാണാനുള്ളത്. പിന്നെ ഈ ഭംഗിയുള്ള ഗുൽമോഹർ ട്രീ കാണാനുണ്ടായിരുന്നു. നല്ല രസമുണ്ടായിരുന്നു അത് കാണാൻ. അങ്ങനെ അതാ നമ്മൾ ഇഷയുടെ ഫ്രണ്ടിലെത്തി. ഇനി ഇവിടുന്ന് റൈറ്റ് തിരിയുന്നതാണ്. നമ്മൾ നേരെ ചെല്ലുന്നത് ഇഷയിലേക്കാണ്. 1992 ഇന്ന് സദ്ഗുരു എന്നറിയപ്പെടുന്ന ജഗ്ഗി വാസുദേവാണ് ഈ ഒരു ആത്മീയ സംഘടന സ്ഥാപിക്കുന്നത്. പിന്നെ ഈ ഓർഗനൈസേഷൻ്റെ വേറൊരു പ്രത്യേകത എന്ന് പറയുന്നത് ഒരു നോൺ പ്രോഫിറ്റബിൾ ഓർഗനൈസേഷനാണ് ഇവർ. ആൻഡ് ഇവരുടെ ഗോൾസ് എന്ന് പറയുന്നത് യോഗ അഭ്യസിപ്പിക്കുന്നത്, അതുപോലെ തന്നെ സോഷ്യൽ അപ്ലിഫ്റ്റ്മെൻറ്റ്, ഒരുപാട് എക്കോളജിക്കൽ കൺസർവേഷൻ ആക്ടിവിറ്റീസും ക്യാമ്പയിൻസും കാര്യങ്ങളൊക്കെയാണ് ഇവരുടെ മെയിനായിട്ടുള്ള ഗോൾസും കാര്യങ്ങളൊക്കെ. എൻ്റെ ബാക്ക്ഗ്രൗണ്ടിലേക്ക് കാണുന്നതാണ് ഇഷ യോഗ സെൻറ്ററിലെ ഇഷ ഫൗണ്ടേഷനിലെ ആദിയോഗിയുടെ സ്റ്റാച്യു. അപ്പോൾ നമ്മളിപ്പം ഒരു 6:33 ഒക്കെ ആയി ടൈം. ഒരു 7 ഒക്കെ ആകുമ്പോൾ ഇവിടെ ലേസർ ഷോ സ്റ്റാർട്ട് ചെയ്യും. അതാണ് ഇവിടുത്തെ ഏറ്റവും ഹൈലൈറ്റ്. അത് കാണാൻ വേണ്ടിയിട്ടാണ് നമ്മൾ വന്നിട്ടുള്ളത്. ഇവിടെ റിഫ്രഷ്മെൻറ്റിന് വേണ്ടിയിട്ട് കോഫി, ടീ, സ്നാക്സും കാര്യങ്ങളൊക്കെ അവൈലബിൾ ആണ്. അതുപോലെ തന്നെ അതെല്ലാം നമ്മൾ പൈസ കൊടുത്ത് വാങ്ങിക്കണം കേട്ടോ. അതുപോലെ തന്നെ നമുക്ക് എന്തെങ്കിലും സാധനങ്ങൾ, ഇപ്പം ക്രാഫ്റ്റ് സാധനങ്ങളോ എന്തെങ്കിലും ഡെക്കോർ പീസസും കാര്യങ്ങളൊക്കെ അവിടെ നിന്ന് വാങ്ങിക്കാൻ പറ്റും. ആദിയോഗിയുടെ കീ ചെയിൻ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ അവൈലബിൾ ആണ്. അതുപോലെ തന്നെ തഞ്ചാവൂർ ബൊമ്മ, ആ ടൈപ്പ്, ഈ ബൊമ്മയ്ക്ക് അതാ പറയാമെന്നാണ് എൻ്റെ വിശ്വാസം. അതൊക്കെ ഇവിടെ അവൈലബിൾ ആണ് കേട്ടോ. ഇവിടെ ആദിയോഗിയുടെ ലേസർ ഷോ അല്ലാണ്ട് നമുക്ക് ഒരുപാട് വേറെയും കാര്യങ്ങളും ഒക്കെ ഉണ്ട് കേട്ടോ. അതൊക്കെയാണ് ഇപ്പം ഞാൻ പറയാൻ പോകുന്നത്. ധ്യാനലിംഗം ഉണ്ട്, നമുക്ക് അവിടെ പോയിട്ട് പ്രേ ചെയ്യാം. അത് മോർണിംഗ് 6 to ഈവനിങ് 8 ആണ് അതിൻ്റെ ടൈമിംഗ് എന്ന് പറയുന്നത്. പിന്നെ ലിംഗഭൈരവി അവിടെ നമുക്ക് 6:30 to ഉച്ചയ്ക്ക് 1:20 വരെയാണ്. പിന്നീട് 4:20 അത് ഓപ്പൺ ചെയ്തിട്ട് 8:20 വരെയാണ് നമുക്ക് അവിടെ പോയിട്ട് പ്രാർത്ഥിക്കാൻ പറ്റുന്നത്. പിന്നെ സ്ത്രീകൾക്കും പുരുഷന്മാർക്കും സെപ്പറേറ്റ് ആയിട്ട് സ്നാനം ചെയ്യാനുള്ളത്, അതായത് ബാത്ത് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ലൊക്കേഷനും കൂടെ ഉണ്ട് അവിടെ. അത് ഇപ്പം മെന്നിനാണെങ്കിൽ സൂര്യകുണ്ടിലാണ് അവർക്ക് പോയിട്ട് പ്രേ ചെയ്യാനും സ്നാനം ചെയ്യാനൊക്കെ പറ്റുന്നത്. ചന്ദ്രകുണ്ടിലാണ് ഫീമെയിൽസിന് ചെല്ലാനുള്ള സ്ഥലം.
അങ്ങനെ ലേസർ ഷോ എല്ലാം കണ്ട് നമ്മൾ തിരിച്ചു പോരുവാണ്. തിരിച്ച് നമ്മൾ എറണാകുളത്തേക്ക് പോവുകയാണ്. അപ്പോൾ പോകുന്ന വഴിക്ക് അവിടെ നിന്ന് തന്നെ കുറച്ചിങ്ങ് പോന്നിട്ട് ഒരു കടയിൽ കയറിയിട്ട് ഫുഡ് കഴിക്കാൻ വേണ്ടി നമ്മൾ കയറിയതാണ്. അപ്പോൾ ആ ചേട്ടൻ അവിടെ കലക്കി അടിച്ചുകൊണ്ടിരിക്കുകയാണ്. കലക്കി തമിഴ്നാട്ടിലെ സ്പെഷ്യലാണ് കലക്കി. അപ്പോൾ നമ്മൾ ദോശയും കലക്കിയെല്ലാം പറഞ്ഞു. ആ ചേട്ടൻ്റെ കലക്കിയടി കാണാൻ നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. ചിക്കൻ കറിയും മുട്ടയെല്ലാം കൂടെ മിക്സ് ചെയ്തിട്ടൊരു സാധനമാണ് ഈ കലക്കി എന്ന് പറയുന്നത്. നമ്മുടെ എറണാകുളത്തൊക്കെ കിട്ടും, പക്ഷേ തമിഴ്നാട്ടിൽ പോയാൽ കുറച്ചുകൂടെ ഒത്തൻറ്റിക് സാധനം കിട്ടുമെന്ന് പറഞ്ഞിട്ട് നമ്മളെല്ലാവരും അവിടെ കഴിക്കാൻ വേണ്ടി കയറിയതാണ്. എനിക്കിഷ്ടമില്ല, ബാക്കി എല്ലാവരും അത് കഴിച്ചായിരുന്നു. ബിക്കോസ് അത് ഹാഫ് കുക്ക്ഡാണ്, അത് കംപ്ലീറ്റ്ലി കുക്ക് ആവുന്നില്ല. അങ്ങനെ നമ്മൾ ഫുഡെല്ലാം കഴിച്ചു. നല്ല ദോശയായിരുന്നു. ദോശയും ചമ്മന്തി എല്ലാം കഴിച്ച് അങ്ങനെ തിരിച്ചു പോന്നു. അത്രയേ ഉള്ളൂ. അപ്പോൾ നെക്സ്റ്റ് വ്ളോഗിൽ കാണുന്നവരെ ബൈ.